നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് കൊള്ളാലോ, എന്റെ ജോലി ഈസിയായി. ദേവിക ചുണ്ടാക്കിയ ചായ ആയിരിക്കും. അതെന്തായാലും ഇങ്ങനെ വെച്ചിട്ട് പോയത് എനിക്ക് ഉപകാരമായി. അമ്മയാണല്ലോ. അമ്മ എന്താ ഇപ്പൊ വിളിക്കുന്നത്? നേരം വെളുത്തോ? അമ്മ, നീ എവിടെ എന്തെടുക്ക? കിടക്കോ അമ്മ? ആഹാ, അത് കൊള്ളാം. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? നേരം വെളുത്തതല്ലേ ഉള്ളൂ അമ്മ. എന്തിനാ ഇപ്പൊ ഈ കൊച്ചു വെളുപ്പം കാലത്ത് എഴുന്നേക്കുന്നെ? ഇടി മണ്ടി, പോത്ത് പോലെ കിടന്നുറങ്ങാതെ പോയി എണീക്ക്. അമ്മ, അമ്മക്കിത് എന്തു പറ്റേ? വട്ടു പിടിച്ചോ? എടി, നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ കയ്യിലെടുക്കണോ? അങ്ങനെ കയ്യിലെടുക്കണമെങ്കിൽ ഇതുപോലെ പോത്തുപോലെ കിടന്നുറങ്ങിയാ പറ്റൂല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ വീട്ടിലെ കാര്യങ്ങൾ ആരും പറയാതെ നീ കണ്ടറിഞ്ഞ് ചെയ്യണം. എങ്കിലേ അവർക്ക് നിന്നോട് മതിപ്പുണ്ടാവൂ, നിന്നെ അംഗീകരിക്കൂ. ഇല്ലെങ്കിലേ ആ ദേവിക ചെന്ന് എല്ലാം ചെയ്യട്ടെ, എന്നിട്ട് എല്ലാവർക്കും അവളോട് മതിപ്പ് കൂടട്ടെ. നിന്നെ ആരും അംഗീകരിക്കാണ്ടാവും. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടല്ലേ അമ്മ പറയുന്നത്. അതുകൊണ്ട് മോൾ അമ്മ പറയുന്നതൊന്ന് കേക്ക്. നല്ല കുട്ടിയായി കുളിച്ച് ശുദ്ധി വരുത്തി നേരെ അടുക്കളയിലോട്ട് ചെല്ല്.
എന്റെ മോള് മോശക്കാരിയല്ലെന്ന് ആ വീട്ടുകാരൊന്ന് അറിയട്ടെ. വേഗം ചെല്ലു മോളെ. ശരി അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ചെല്ലാം. വേഗം ആവട്ടെ. അമ്മ പിന്നീട് വിളിക്കാവേ. ശരി. ആദ്യം കുട്ടന് ചായ കൊടുത്ത് കുട്ടനെ വിളിച്ചുണർത്താം. ഇത് കൊള്ളാലോ, എന്റെ ജോലി ഈസിയായി. ദേവികച്ചുണ്ടാക്കിയ ചായ ആയിരിക്കും. അതെന്തായാലും ഇങ്ങനെ വെച്ചിട്ട് പോയത് എനിക്ക് ഉപകാരമായി. ദേവികച്ച് വരുന്നതിന് മുമ്പ് ഇതെടുത്ത് എല്ലാവർക്കും കൊടുക്കാം. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് തട്ടിവിടാം. ഇന്നിവിടെ ഞാൻ സ്കോർ ചെയ്യും. മുത്തശ്ശിക്ക് തന്നെ ചായ കൊടുക്കാം. ഈ ചായയിലൂടെ എനിക്ക് മുത്തശ്ശിയുടെ മനസ്സിലേക്ക് കയറി പറ്റണം. മുത്തശ്ശി. മോളോ, ഇങ്ങ് വാ. ഇതാ മുത്തശ്ശി ചായ. അല്ല, ഇന്ന് മോളാണോ ചായ ഉണ്ടാക്കിയേ? നീ നേരത്തെ എഴുന്നേറ്റോ? ഞാനാ ഉണ്ടാക്കിയത് മുത്തശ്ശി. വീട്ടിലായാലും ഞാൻ തന്നെയാ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കുന്നത്. ചായ മാത്രമല്ല, കാപ്പിയും ഊണും അത്താഴവും എല്ലാം ഞാൻ തന്നെയാ ഉണ്ടാക്കുന്നത്. ആഹാ, കൊള്ളാലോ. ഇപ്പൊ ഇതല്ലേ എന്റെ വീട്. അപ്പോ എന്റെ വീട്ടില് ഞാൻ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ മുത്തശ്ശി. അല്ല, മുത്തശ്ശി ചായ കുടിച്ചില്ലല്ലോ, ചൂടാറിപ്പോവും. ചായ എങ്ങനെയുണ്ട് മുത്തശ്ശി? മുത്തശ്ശിയുടെ കടുപ്പവും മധുരമൊന്നും എനിക്ക് അറിയില്ല. നന്നായിട്ടില്ല അല്ലേ? അയ്യോ, നന്നായിട്ടുണ്ട് മോളെ. കടുപ്പവും മധുരവും ഒക്കെ എന്റെ അളവിന് കൃത്യ. അല്ല, ഇതാരെങ്കിലും പറഞ്ഞു തന്നതാണോ? ഏയ്, ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഞാൻ എന്റെ ഒരു ഊഹത്തിന്. അത് ശരി. എന്തായാലും ചായ ഉഗ്രൻ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. മിടുക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.